യുദ്ധാന്തരീക്ഷത്തിലെ രാജ്യം കടന്നു പോകുമ്പോഴാണ് സംസ്ഥാനത്തെ കോൺഗ്രസിൽ നേതൃമാറ്റം നടന്നിരിക്കുന്നത്. കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കി പകരം വിശ്വസ്തനായ സണ്ണി ജോസഫിനെ അധ്യക്ഷനാക്കിയിരിക്കുന്നു. ഇവർക്കൊപ്പം പടം നയിക്കാൻ വർക്കിംഗ് പ്രസിഡന്റുമാരെ PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഇതോടെ കോൺഗ്രസിനെ ഭാവിയിൽ നയിക്കുന്ന ടീം ആരൊക്കെയാകുമെന്ന ധാരണയിലേക്കാണ് പാർട്ടി നീങ്ങിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരായിരുന്ന രണ്ടുപേരാണ് പാർട്ടിയുടെ തലപ്പത്തേക്ക് എത്തുന്നതെന്നും ശ്രദ്ധേയമായ കാര്യമാണ്. കോൺഗ്രസിന്റെ ജനകീയ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടി കണ്ടെടുത്ത് വളർത്തിയെടുത്ത നേതാക്കളാണ് ഇരുവരും. PC വിഷ്ണുനാഥ് KSU പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം ഹൈബിഡൻ പ്രസിഡന്റായി. അതിനുശേഷം പ്രസിഡന്റായി ഷാഫി പറമ്പിൽ എത്തി. അതുപോലെ വിഷ്ണുനാഥ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ഡീൻ കുര്യാക്കോസ് അധ്യക്ഷനാവുന്നു. തുടർന്ന് ഷാഫി പറമ്പിലും എത്തുന്നു. ഈ സ്ഥാനങ്ങളിലേക്കെല്ലാം ഇരുവരും എത്തിയത് ഉമ്മൻചാണ്ടിയുടെ ആശീർവാദത്തോടെയായിരുന്നു. രാഷ്ട്രീയ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉമ്മൻചാണ്ടി ശൈലി കാണുകയും ചെയ്യാമായിരുന്നു. ഓരോ ഘട്ടങ്ങളിലും ഇരുവരും ഉമ്മൻചാണ്ടിയെ സ്മരിക്കാറുമുണ്ട്. അടിത്തട്ടിൽ സാധാരണക്കാരായ ജനങ്ങളോട് സംവദിച്ചാണ് ഇരുവരും ജനപ്രതിനിധികളായി എത്തിയതും. കൂട്ടത്തിൽ പരിചയ സമ്പത്ത് വിഷ്ണുവിനാണ്. കൂടുതലെങ്കിലും ഒരേ പദവിയിലേക്ക് ഇരുവരും ഒരുമിച്ചെത്തുന്നെന്ന പ്രത്യേകതയുമുണ്ട്. ഐക്യത്തോടെ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ പുതിയ ടീമിന് സാധിക്കുമെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. പിൻഗാമിയായാണ് സണ്ണി ജോസഫ് എത്തുന്നതെന്ന് കൊണ്ട് തന്നെ കെ സുധാകരനും പുതിയ തീരുമാനത്തിൽ വലിയ അതൃപ്തിയില്ല. സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കമാൻഡ് നേതൃത്വത്തിലെ അഴിച്ചുപണികൾ നടത്തിയിരിക്കുന്നതും. ഉമ്മൻചാണ്ടി വിടവാങ്ങിയതോടെ കോൺഗ്രസ് നേതൃത്വത്തിൽ ക്രിസ്ത്യൻ നേതാവില്ലെന്നത് പാർട്ടി നേരിടുന്ന പ്രശ്നവുമായിരുന്നു. അത് പരിഹരിക്കാൻ KPCC അധ്യക്ഷ സ്ഥാനത്തെ ക്രിസ്ത്യൻ നിർബന്ധമെന്ന പരിഗണനയാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിലേക്ക് എത്തിച്ചത്. ആന്റോ ആന്റണി MP കൂടി പരിഗണിക്കപ്പെട്ടെങ്കിലും റോമൻ കാത്തലിക് സഭാംഗമെന്നതും സ്ഥാനമൊഴിയെന്ന കെ സുധാകരന്റെ പിന്തുണയും സണ്ണി ജോസഫിന് മുൻതൂക്കമായിട്ടുണ്ട്. ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള കെ സുധാകരനെ മാറ്റിയപ്പോൾ ആ വിഭാഗത്തിനുള്ളിലുള്ള പരിഗണനയാണ് അടൂർ പ്രകാശിന്റെ UDF കൺവീനർ സ്ഥാനം. SNDP-യിലടക്കം സ്വാധീനമുള്ള കോൺഗ്രസിലെ ഈഴവ പ്രമുഖനാണ് അടൂർ പ്രകാശ്. ആ ഫലത്തിലാണ് ഇടതുശക്തി കേന്ദ്രമായ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി 2 തവണ ലോക്സഭയിലേക്ക് ജയിച്ചെത്തുന്നത്. KPCC അധ്യക്ഷനായി തന്നെ പരിഗണിക്കപ്പെട്ട അടൂർ പ്രകാശ് അവിടെ ക്രിസ്ത്യൻ വേണമെന്ന നിർബന്ധത്തിലാണ് UDF നേതൃത്വത്തിലേക്ക് മാറേണ്ടി വന്നത്. MM ഹസന് UDF കൺവീനർ സ്ഥാനത്തിൽ നിന്നുള്ള മാറ്റം പ്രതീക്ഷിതമാണ്. അഴിച്ചുപണി മൊത്തത്തിലായതോടെ വർക്കിംഗ് പ്രസിഡന്റ് T സിദ്ദിഖിനെ മാറ്റി പകരം ഷാഫി എത്തുന്നു. മുസ്ലിം സമുദായത്തിലും പുറത്തും കൂടുതൽ സ്വീകാര്യതയുള്ളയാളാണ് ഷാഫി. യുവ നേതാവ് എന്നതുകൂടി പരിഗണിക്കപ്പെടുമ്പോൾ ഷാഫിയുടെ വരവ് മികച്ച തെരഞ്ഞെടുപ്പാണ്. PC വിഷ്ണുനാഥ് വർക്കിംഗ് പ്രസിഡന്റ് ആകുന്നത് നായർ വിഭാഗത്തിന്റെ പ്രാതിനിധ്യമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആ വിഭാഗത്തിൽ നിന്നായിരിക്കെ വിഷ്ണുനാഥ് കൂടി KPCCയുടെ നിർണായക സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് ഉറപ്പിച്ചു നിർത്താനുള്ള നീക്കമാണ്. AP അനിൽകുമാർ വർക്കിംഗ് പ്രസിഡന്റ് പദവിയിലെത്തിയതിലൂടെ തലപ്പത്ത് ദളിത് പ്രാതിനിധ്യവും ഉറപ്പാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. KPCC അധ്യക്ഷ പദവി ഒഴിഞ്ഞ കെ സുധാകരനെ പ്രവർത്തക സമിതിയിൽ സ്ഥിരം നേതാവാക്കിയത് ആശ്വാസ നടപടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരാൻ ആഗ്രഹിച്ച സുധാകരന്റെ അതൃപ്തി അടക്കി നിർത്താൻ കൂടിയുള്ളതാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള പുനഃസംഘടനയിൽ സാമുദായിക സന്തുലനം കൃത്യമാക്കിയ ഹൈക്കമാൻഡ് യുവത്വത്തിനും മതിയായ പരിഗണന നൽകിയിട്ടുള്ളത്. അണികളുടെ കൂടി വികാരം കണക്കിലെടുത്തുകൊണ്ടുള്ള തീരുമാനവുമായിരുന്നു.